ആവശ്യമുണ്ടെങ്കിൽ പൈസ കടമെടുക്കാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല രീതിക്ക് ആവശ്യമുള്ളപ്പോൾ ഒക്കെ പണം എടുത്തുകൊണ്ട് അടയ്ക്കേണ്ട ഡേറ്റ്, അതായത് അടയ്ക്കേണ്ട പൈസ തിരിച്ചടക്കേണ്ട ഡേറ്റ് ആകുന്ന സമയത്ത് അവർ വിളിക്കുമ്പോൾ ഒരുമാതിരി തന്തയില്ലാത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കാൻ അവർക്കൊന്നുമില്ല, നിങ്ങൾക്കാണ് നഷ്ടം. അതാദ്യം മനസ്സിലാക്കുക. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള, അതായത് ബുദ്ധിമുട്ടുള്ള സമയത്ത് നമുക്ക് പൈസ കടം എടുക്കാനായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ മണി വ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ബി ഒക്കെ ഇപ്പം വളരെ അങ്ങോട്ട് മുന്നിലോട്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ പല ആൾക്കാർക്കുള്ളൊരു വലിയ ഡൗട്ട് എന്ന് വെച്ചാൽ ഏതാണ് സെക്യൂർഡ് ആയിട്ടുള്ള ആപ്പ് എന്നുള്ള കാര്യമാണ് പല ആൾക്കാർക്കും ചോദിക്കാനുള്ള മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. എനിക്ക് ആദ്യം തൊട്ട് തന്നെ ഒറ്റ കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ പൈസ എടുക്കാം, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പൈസ എടുത്ത് തിരിച്ചടക്കേണ്ട സമയം ആകുന്ന സമയത്ത് നിങ്ങൾക്കത് കറക്റ്റായിട്ട് അടക്കാൻ പറ്റിയില്ല എങ്കിൽ ഏത് ആപ്പും വലിയ സെക്യൂർഡൊന്നും അല്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ആപ്പ് മതി നിങ്ങൾ ആപ്പിലാവാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല. എല്ലാ ആപ്പിൻ്റെ സ്വഭാവവും ഏതാണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. ഇപ്പം ലോൺ എന്ന് പറയുമ്പോൾ പലതരത്തിൽ ആൾക്കാർ ലോൺ എടുക്കാനുണ്ട്. അതായത് 2 വീലർ ലോണ്, അതുപോലെ ഹോം ലോണ്, അല്ലെങ്കിൽ മറ്റ് പല വസ്തുക്കൾക്കായിട്ടുള്ളതും പേഴ്സണൽ ലോണ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ലോണുകളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. വെറുതെ ഒരു കാര്യമില്ല, ആപ്ലിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പൈസ കിട്ടും, വെറുതെ എടുത്തേക്കാം എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിലാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മറ്റ് പല ആൾക്കാർക്കുള്ള വലിയൊരു ഡൗട്ടാണ്, ഇതുപോലെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ കൂട്ടാമെന്ന് പറയുന്ന ഒരു വിഭാഗം മണ്ടന്മാർ വേറെയുണ്ട്. അവരുടെയൊന്നും കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. കാരണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഏത് ലോണായാലും നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സിവിൽ സ്കോർ കൂട്ടാമെന്നും പറഞ്ഞ് നിങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എടുക്കുന്ന ഒരു സംഭവം തന്നെ മതി നിങ്ങളെ സിവിൽ സ്കോർ വളരെ അങ്ങോട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് വിചാരിച്ച പോലെ ചിലപ്പോൾ അതിൻ്റെ EMI അടക്കാൻ പറ്റാതെ വരും. ആ സമയത്ത് നിങ്ങളുടെ സിവിൽ സ്കോർ നല്ല രീതിക്ക് താഴോട്ട് പോകാനും കാരണമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു വ്യക്തമായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കുക. ആപ്ലിക്കേഷൻ ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അതിൻ്റെ പിന്നാലെ പാഞ്ഞു കഴിഞ്ഞാൽ അവസാനം വലിയ രീതിയിലുള്ള കെണിയിൽ നിങ്ങൾ ചെന്നപ്പെടും. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. ഇതുപോലുള്ള ഓൺലൈൻ ആപ്പുകളിൽ ലോൺ എടുത്തിട്ട് പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ചില മഹാമാന്യന്മാരും ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ ലോൺ എടുക്കും, EMI ഡേറ്റ് ആകുമ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് അവരുടെ തന്തയ്ക്കും തള്ളക്കൊക്കെ പറയുന്ന ഒരുപാട് മാന്യന്മാരും ഉണ്ട് നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരോ മാത്രമല്ല. നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ പുറമേ നിൽക്കുന്ന പലതരത്തിലുള്ള സംഘടന പോലും ഇതുമായിട്ട് ബന്ധമുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലുള്ള ഒരാളാ വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് നഷ്ടം വരും ഒരുപാട്. പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ട്, ഇപ്പം ഹോം ലോണൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ വീടിൻ്റെ ആധാരം വെച്ച് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും പെട്ടെന്ന് തിരിച്ചടക്കാൻ ശ്രമിക്കും. മറ്റ് ചില ലോണുകൾ, അതായത് ഇതുപോലുള്ള ലോണുകൾ, ചില ആൾക്കാരുടെ വിചാരം മൊബൈലിൽ ജസ്റ്റ് നമ്മൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ലോൺ എടുക്കുന്നതല്ലേ, അത് മുഖാന്തരം നമുക്ക് പ്രശ്നമൊന്നും വരില്ല എന്നാണ് പല ആൾക്കാരും ധരിച്ചു വെച്ചിട്ടുള്ള കാര്യം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മൊബൈലിൽ കൊടുക്കുന്ന പല പെർമിഷൻസും ഉണ്ട്. എല്ലാം നിങ്ങൾ അലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഫോണിൻ്റെ കംപ്ലീറ്റ് സെക്യൂർഡ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ വെബ്സൈറ്റ് മുഖാന്തരം ഇതുപോലെ ലോൺ എടുത്ത് പലതരത്തിലുള്ള മോശമായിട്ടുള്ള ചിത്രങ്ങൾ വരെ ഇതുപോലുള്ള വെബ്സൈറ്റുകൾ പല ആൾക്കാരതും പുറത്തു വിട്ടതായിട്ടുള്ള ചരിത്രങ്ങൾ വരെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങളത് തിരിച്ചടക്കാനും അതുപോലെ ഉറപ്പായിരിക്കണം നിങ്ങൾക്ക്. അല്ലാതെ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ താന്തോന്നിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നും വേറൊന്നുമില്ല. നിങ്ങളൊന്ന് വിചാരിച്ചാലൊന്നും അവരുടെ ഈ ഒരു സംരംഭമൊന്നും തകർക്കാനും പറ്റില്ല. അതൊക്കെ വലിയ വലിയ ടീമുകൾ അല്ലെങ്കിൽ വലിയ സംരംഭങ്ങൾ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പരിപാടികളാണ്. അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് നേട്ടം കിട്ടില്ല. ഇപ്പോൾ ഇത് മുഖാന്തരം പല ആൾക്കാരും കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വ്യക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനോ ഇന്നുവരെ കണ്ടെത്തിയിട്ടൊന്നുമില്ല എവിടെയും. അതുകൊണ്ട് ഓൺലൈൻ ആപ്പുകൾ വെച്ച് നിങ്ങൾ ലോൺ എടുക്കണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം. ഒരു തവണ നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം ഉൾപ്പെടെ, അതായത് ഭീഷണി കോൾ ഉൾപ്പെടെ പല കാര്യങ്ങളും പല ആൾക്കാർക്കും വന്നിട്ടുണ്ട്. ഇനി അതുമല്ല, നിങ്ങളെ സിവിൽ സ്കോറും വല്ലാതെ അങ്ങോട്ട് താഴോട്ട് പോകും. ഫ്യൂച്ചറിൽ നിങ്ങൾ മറ്റൊരു ലോൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാത്തൊരു സിറ്റുവേഷനും കൂടെ വരും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. തുടരെ ലോൺ എടുത്തുകൊണ്ട് എൻ്റെ സിവിൽ സ്കോർ അങ്ങോട്ട് കൂട്ടിയേക്കാം എന്ന് ചിന്തിക്കുന്ന മണ്ടന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ.
എന്നാൽ പൊട്ട തെറ്റാണ് നിങ്ങൾ വിചാരിച്ചു വെക്കുന്ന കാര്യം. സിവിൽ എന്ന് വെച്ചാൽ എന്താണ്? വിശ്വസ്തത. അതാണ് സംഭവം. നിങ്ങൾ തുടരെ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങളെ സിവിൽ സ്കോർ താഴേക്ക് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ ഇതുപോലുള്ള ലോണുകൾ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങളെ സിവിൽ സ്കോർ കൂട്ടി അങ്ങ് മാനം മുട്ടിച്ചേക്കാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇതുപോലുള്ള ഓൺലൈൻ ആപ്പുകൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ എടുക്കേണ്ടെന്നൊന്നും നമ്മൾ ഒരിക്കലും പറയില്ല. ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രെഡിറ്റ് ബി പോലുള്ള ആപ്പുകൾ വെച്ച് ഒരുപാട് ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചടക്കാൻ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ സിവിൽ സ്കോർ അതുപോലെ തന്നെ നിങ്ങളുടെ സേഫ്റ്റിയും കൂടെയാണ്. മനസ്സിലായോ? ഒരുപാട് ചതികളിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നത്, പിന്നെ പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല പക്ക രീതിയിലുള്ള ബ്ലേഡ് തന്നെയാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് ലോൺ കിട്ടുമെങ്കിലും ആശ്വാസമൊക്കെ ആണെങ്കിലും ഈ തിരിച്ചടച്ചാലുള്ള പ്രശ്നം മാത്രമല്ല, ഒരുപാട് പലിശയും നിങ്ങൾ കൊടുക്കേണ്ടി വരും. നോർമലി നിങ്ങൾ എടുക്കുന്ന ലോണുകളെക്കാൾ 10 മടങ്ങ് ഇൻട്രസ്റ്റ് ആണ് ഇതുപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റിൽ പലിശയായിട്ട് വരുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എളുപ്പം കിട്ടുമായിരിക്കാം. മൊബൈൽ ആപ്ലിക്കേഷനിൽ 2 വെരിഫിക്കേഷൻ കഴിഞ്ഞപാട് നിങ്ങൾക്ക് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും ലാഭം നിങ്ങളെ കൊണ്ട് അവർക്കുണ്ട് എന്നുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ പാടെ സ്കിപ്പ് ചെയ്യുക. മൊബൈലിൽ അനാവശ്യമായിട്ടുള്ള പെർമിഷൻസ് ഒന്നും ആരും കൊടുക്കരുത്. അത് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടമാകുന്നതിന് വലിയൊരു കാരണമാകും. പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാനം എന്ന് പറയുന്ന സംഭവം ആണിനായാലും പെണ്ണിനായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒരുപാട് യൂത്താണ് പോയി ഇതിൻ്റെ അകത്ത് പെട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. പല ആൾക്കാരിലും നിങ്ങളുടെ ഫോട്ടോ അവർ പല രീതിക്കും പ്രചരിപ്പിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, എനിക്കത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. അത്യാവശ്യത്തിന് ലോൺ കിട്ടും എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ആപ്പുകൾ എടുത്താൽ നിങ്ങളെ ജീവിതത്തിന് തന്നെ നല്ല രീതിയിലുള്ള ഒരു ആപ്പായിട്ട് അത് മാറും. സോ കൃത്യമായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ. ഈ EMI നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ മന്ത്ലി അടവ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുമെന്നുള്ള ഒരു സംഖ്യ മാത്രം നമ്മൾ കൊടുക്കുക. പെട്ടെന്ന് തീർക്കാനായിട്ട് വലിയ സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാസം ആ ഒരു തുക നിങ്ങൾക്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫൈനും വരും. അതോടൊപ്പം തന്നെ നിങ്ങളെ സിവിൽ സ്കോറിനെയും അത് സാരമായിട്ട് തന്നെ ബാധിക്കും ഡ്യൂ ആയി കഴിഞ്ഞാൽ. അപ്പോൾ വലിയ പൈസ നിങ്ങൾക്ക് ഫൈന് വരും. പിറ്റത്തെ തവണ നിങ്ങൾക്ക് അത് അടക്കാൻ പറ്റാതാവും. അതുകൊണ്ട് നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ EMI ആ ഒരു എന്താ പറയുക മന്ത്ലി അടവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സംഖ്യ മാത്രം നിങ്ങൾ കൊടുക്കുക. ഇതൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആപ്പുകളൊന്നും നിങ്ങൾക്കൊരു ആപ്പാവാതെ വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയൊരു ആപ്പായിട്ട് ഇത് മാറും. നിങ്ങൾ തീരുമാനിക്കുക എന്താ വേണ്ടതെന്നുള്ള കാര്യം.